ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇടിച്ചക്ക കറി, ഇടിച്ചക്ക തോരൻ എല്ലാം കൂട്ടിമെടുത്തു. എങ്കിലിതാ ഒരു പുതിയ ഐറ്റം. ഇന്ന് ഞാൻ ഇടിച്ചക്ക കൊണ്ടുള്ളൊരു ചമ്മന്തിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചക്ക പൊട്ടിച്ചെടുക്കാൻ വന്നതാണ്. അങ്ങനെ ചക്ക എല്ലാം പൊട്ടിച്ചെടുത്തു. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും ചക്ക ഉണ്ടായിരിക്കും. ഇപ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് വെറൈറ്റി പരീക്ഷണങ്ങളൊക്കെ ഞാൻ ചക്കൻ്റെ മേലെ നടത്തി നോക്കിയിട്ടുണ്ട്. അതിലൊരു പരീക്ഷണമാണ് ഇടിച്ചക്കൻ്റെ ചമ്മന്തി. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനലൊന്ന് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം മറക്കല്ലേ. അപ്പോൾ ഈ ചക്കൻ്റെ പകുതി ഭാഗമാണ് ഞാൻ ചമ്മന്തിക്ക് വേണ്ടി എടുക്കുന്നത്. ഇതിൻ്റെ വിളഞ്ഞെല്ലാം നന്നാക്കി തുടച്ചിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് തോലൊക്കെ ചെത്തിയെടുക്കാണ്. ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. ഇത് തോലൊക്കെ ചെത്തിയെടുക്കേണ്ട ഒരു എഫേർട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ തോലെല്ലാം ചെത്തിയെടുത്തിട്ട് അത് ചെറിയ പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നാക്കി വാഷ് ചെയ്തിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒറ്റ വിസിലിനാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ചില ചക്ക വേവാനൊക്കെ 2-3 വിസിലൊക്കെ വേണ്ടി വരാം. ഇത്രയും പരുവത്തിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇനി ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി മീൻസ് ഒരു അരക്കപ്പ് തേങ്ങ. എന്നിട്ട് ഇത് ഒന്നിച്ചാണ് ഞാനൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ചക്ക ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് കാന്താരി മുളകും, പിന്നെ സാദാ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നടു കട്ട് ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് ചുവന്നുള്ളിയാണ്, അത് ഞാൻ നടു കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തത്. തേങ്ങയും ഉപ്പും ഒരു 4 ഇതൾ കറിവേപ്പില ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഓൾറെഡി ഞാൻ ചക്കയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചമ്മന്തിൻ്റെ പരുവത്തിൽ ഇത് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കയ്ക്ക് ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ ഞാനിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചീഞ്ചിൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, 1 സ്പൂണല്ല 2 സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുകും കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ചമ്മന്തി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ടൊരു 3-4 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞങ്ങളുടെ ചക്കയുടെ ചമ്മന്തി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലഞ്ചിന് ഞാൻ ചക്ക കൂട്ടി കഴിക്കാൻ പോവാണ്. ചോറെടുത്തിട്ടുണ്ട്, പൊരിച്ചമീൻ എടുത്തിട്ടുണ്ട്. പൊരിച്ചമീൻ ഇവിടെ മസ്റ്റാണ്. ചമ്മന്തിയും കുറച്ച് വെള്ളരിൻ്റെ കാളനാണ്. ചോറ് ഒന്നും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് നെല്ലിക്കേൻ്റെ അച്ചാറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.